ഐഫോണിലോ സാംസങ് S25 അൾട്രയിലോ ഒന്നും ഇല്ലാത്ത പല കാര്യങ്ങളും അന്നത്തെ ഈ ഫോണിലൊക്കെ ഉണ്ട്. ഇത് ഷട്ടർ ബട്ടൺ. ഐഫോൺ 2024 എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റമാണ്. 10 കൊല്ലം മുമ്പ് നമ്മുടെ സോണി എറിക്സണിലും നോക്കിയയിലൊക്കെ ഉണ്ട് ഷട്ടർ ബട്ടൺ. നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഫോട്ടോ എടുക്കാം. 3.5mm ജാക്ക്, ഇന്നത്തെ ഫോണുകളിലൊന്നും ഇല്ലാത്ത സാധനം. മൈക്രോ HDMI പോർട്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു VGA ക്യാമറ. VGA എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്ക് ആലോചിക്കാൻ പറ്റില്ല. 0.3 മെഗാപിക്സലാണ് ക്യാമറ വരുന്നത്. ഇവിടെ നിന്നാണ് നോക്കിയയുടെ ഒരു ഡൗൺഫോൾ വന്നത്. കാരണം ഈ ടൈമിൽ ബാക്കി ബ്രാൻഡുകൾ ആൻഡ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും നോക്കിയ അവരുടെ അഭിമാനമായിട്ടുള്ള സിംബിയനും പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് നോക്കിയയുടെ ഡൗൺഫോൾ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് EVകളെ കുറിച്ചേ അല്ല. ഇന്ന് 90s കിഡ്സ് ആയിട്ടുള്ള ആളുകൾ, ഞാനടക്കമുള്ള 90s കിഡ്സ്, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ പലരും കൊതിച്ചിട്ടുള്ള, ആഗ്രഹിച്ചിട്ടുള്ള ഒരു നോക്കിയയുടെ ഡിവൈസാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കയ്യിലുള്ളതാണ് 2010 നോക്കിയ റിലീസ് ചെയ്തിട്ടുള്ള നോക്കിയ N8 എന്ന് പറയുന്ന അന്നത്തെ ക്യാമറ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ. ഇത് നോക്കിയയുടെ ആദ്യത്തെ കപ്പാസിറ്റീവ് ടച്ച് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇപ്പോൾ ആളുകൾ ചോദിക്കുമായിരിക്കും, എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 15 കൊല്ലം മുമ്പുള്ള ഫോണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിയുടെ ബേസിസിൽ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഈ മന്ത് ആദ്യം എനിക്ക് എന്തോ പെട്ടെന്നൊരു നൊസ്റ്റാൾജി അടിച്ചു പഴയ നോക്കിയ സോണി എറിക്സൺ ഫോണുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് ഫോൺസ് ഉണ്ട്, പക്ഷേ റിലയബിളായിട്ട് പലയിടത്തും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പലതും സ്കാമാണ്, പലതും വർക്കിംഗ് കണ്ടീഷൻ കാര്യങ്ങളൊന്നുമല്ല. 2K കിഡ്സ് ആരും തന്നെ ഈ ഫോൺ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ട് ഓഫീസിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഭൂരിഭാഗം 2K പിള്ളേരാണ്. അവരാരും കണ്ടിട്ടില്ല. എല്ലാവരും വളരെ കൗതുകത്തോടുകൂടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഫോണാണ്. നോക്കിയ. അവർക്ക് ഇന്നത്തെ HMDയുടെ നോക്കിയ മാത്രമേ അറിയൂ, അതും പലർക്കും അറിയത്തില്ല. സോണി എറിക്സണും പലരും നമ്മുടെ നാട്ടിലുള്ളതായിട്ട് പല പിള്ളേർക്കും ഇപ്പോഴും അറിയില്ല. പണ്ട് സോണി എറിക്സണും നോക്കിയയും മതിച്ചു കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോക്കിയ ആയിരുന്നു. നോക്കിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണി എറിക്സൺ, ബ്ലാക്ക്ബെറി ഒക്കെ ഉണ്ടായിരുന്നു. നോക്കിയ ആ ടൈമിൽ ഇറക്കിക്കൊണ്ടിരുന്ന ഫോണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. എസ്പെഷ്യലി ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ ഞാൻ അധികം പറഞ്ഞിട്ടുള്ള ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നോക്കിയ. ആ നോക്കിയയാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ സോണി എറിക്സണൊക്കെ പിന്നീട് സോണിയായി, പിന്നെ അതൊക്കെ പോയി, ബ്ലാക്ക്ബെറിയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി. ഇതാണ് നമ്മുടെ നോക്കിയ N8 എന്ന് പറയുന്ന ഫോൺ. ഒന്ന് നോക്കിയേ, എന്ത് ക്യൂട്ടാണ് അല്ലേ. അത് ഇത്രേ ഉള്ളൂ. നമ്മുടെ സാധാരണ ഇപ്പോൾ വരുന്ന ഫോണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡി ബാർ ഡിസൈനാണ്. ഒരു ദോശക്കല്ല് പോലെ ഇരിക്കും. 6.7, 6.8 ഇഞ്ച് സ്ക്രീനുകളൊക്കെ ആയിരിക്കും. ഫോണൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ക്യാമറ മോഡ്യൂളിലോട്ട് നോക്കണം. നടുക്ക് വലിയ വട്ടമുള്ളതാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി വിവോ ആയിരിക്കും, അതിൽ ഉറപ്പൊന്നുമില്ല. ആപ്പിൾ, ഐഫോണും സാംസങ് ഒക്കെ തിരിച്ചറിയണമെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് സോഫ്റ്റ്വെയറിൽ മാത്രമല്ല, സോഫ്റ്റ്വെയറിനേക്കാളും കൂടുതൽ ഹാർഡ്വെയറിലാണ്. N8 വലിയ കാര്യമായിട്ടുള്ള ഇന്നോവേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നോക്കിയൊക്കെ ഒരു ടൈമിൽ ഇറക്കിക്കൊണ്ടിരുന്ന ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡ്, ഫ്ലിപ്പ്, കറക്കുന്നത്, തിരിക്കുന്നത്, ഇതൊന്നും പല പിള്ളേർക്കും ഇപ്പോഴും അറിയില്ല. പക്ഷേ 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം മോട്ടോറൈസർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫോൺസാണ്. അങ്ങനെ അന്വേഷിച്ച് നടന്നാണ് ലാസ്റ്റ് എനിക്ക് ഈ ഒരു N8 കിട്ടിയത്. ചെന്നൈയിൽ നിന്നാണ് ഞാനിത് ഒരു ബയറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. നല്ല കണ്ടീഷനിലുള്ളൊരു ഡിവൈസാണ്. നിങ്ങൾ ആലോചിക്കണം, 2010 റിലീസ് ചെയ്ത 15 വർഷം പഴക്കമുള്ള ഒരു ഡിവൈസാണ്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്പെക്സ് കാര്യങ്ങളൊക്കെ ഞാൻ വരാട്ടെ. കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത്. നമ്മുടെ ഐഫോണിലോ സാംസങ് S25 അൾട്രയിലോ ഒന്നും ഇല്ലാത്ത പല കാര്യങ്ങളും അന്നത്തെ ഈ ഫോണിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. കണ്ടോ, ഒരു 3.5 ഇഞ്ച് AMOLED സ്ക്രീൻ. 15 കൊല്ലം മുമ്പ് നോക്കിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരുടെ ആദ്യത്തെ കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ ഫോണാണ്. ഇതൊരു AMOLED പാനലാണ്, അതും 3.5 ഇഞ്ച്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി ഇരുന്നോളൂ. അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങളാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഹോം ബട്ടൺ. അതിൽ തന്നെ അത് തന്നെയാണ് ബാക്ക് ബട്ടൺ, അത് തന്നെയാണ് നമ്മുടെ മെനു ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. അവിടെ തന്നെ ഒരു LED നോട്ടിഫിക്കേഷൻ പാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നോക്കിയ N8 എന്ന്. പഴയ ഫോണിലൊക്കെ നോക്കിയ അവരുടെ മോഡലിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, N8 നോക്കിയ. അതുപോലെ തന്നെ ഇവിടെ ഒരു VGA ക്യാമറ. VGA എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്ക് ആലോചിക്കാൻ പറ്റില്ല. 0.3 മെഗാപിക്സലാണ് ക്യാമറ വരുന്നത്. അതാണ് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം റോക്കർ കാണാം. ഈ ഒരു സാധനം നമ്മുടെ ഐഫോണിൽ പോലും ഇല്ലാത്തൊരു സാധനമാണ്. ഇത് ഷട്ടർ ബട്ടൺ. ഐഫോൺ 2024 എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റമാണ്. 10 കൊല്ലം മുമ്പ് നമ്മുടെ സോണി എറിക്സണിലും നോക്കിയയിലൊക്കെ ഉണ്ട് ഷട്ടർ ബട്ടൺ. നമുക്ക് ഫോക്കസ് ചെയ്യാൻ, ഫോട്ടോ എടുക്കുക. ഇതാണ് ഐഫോണിൽ പോലും ഇല്ലാത്തൊരു സാധനം. അതാണ് ഇതാണ് ലോക്ക് ബട്ടൺ. കണ്ടോ, ഈ സ്ലൈഡർ നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ലോക്കൊക്കെ ആവും. അങ്ങനെ ഒരു ബട്ടൺ അതിനകത്തുണ്ട്, അതും അടിപൊളിയാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈസിലി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈക്രോ SD കാർഡ് ഇടാം.
ഇവിടെ സിം കാർഡ് ഇടാം. ഇവിടെ കണ്ടോ മൈക്ക് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്രോ USB B ടൈപ്പ് ഒരു പോർട്ട് ഉണ്ട്. അതാണ് സൈഡിലുള്ളത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് OTG ഒക്കെ ഉണ്ട്, ഓൺ ദ ഗോ. നമുക്ക് പഴയ പെൻഡ്രൈവ് ഒക്കെ കുത്തി ഡാറ്റയൊക്കെ ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ആ സൈഡിൽ. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അന്നത്തെ ക്യാമറ ഫ്ലാഗ്ഷിപ്പാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 12 മെഗാ പിക്സൽ കാൾ സൈസിൻ്റെ സിംഗിൾ ക്യാമറയാണ്. വിത്ത് 720p വീഡിയോ നമുക്ക് 25 FPS റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബാക്കിൽ ഇതാ നോക്കിയ N സീരീസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പ്രീമിയമാണ്, ഒന്നും പറയാനില്ല. അന്നത്തെ ആനോഡൈസ്ഡ് അലൂമിനിയമാണ്. നോക്കിയ പണ്ടിറക്കിക്കൊണ്ടിരുന്ന ഫോണുകളിലൊക്കെ പറഞ്ഞാൽ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അമ്മാതിരി ക്വാളിറ്റിയാണ് ഈ ഫോണിനുള്ളത്. ഇനി താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പോർട്ട് കാണാം. ഒരു ചെറിയ ഹോള്, മൈക്കാണ് നമ്മൾ ഉപയോഗിക്കും, പക്ഷെ അതും ചാർജിങ് പോർട്ടാണ്, പഴയ ചാർജറിലൊക്കെ വരുന്നത്. മേളിലേക്ക് വരുമ്പോഴാണ് രസം. പവറിൻ്റെ ബട്ടൺ ഉണ്ട്, 3.5mm ജാക്ക്. ഇന്നത്തെ ഫോണുകളിലൊന്നും ഇല്ലാത്ത സാധനം. മൈക്രോ HDMI പോർട്ട്. ഇതൊന്നും ആപ്പിളിലോ ഒന്നിലും തന്നെ ഇല്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കേട്ടോ. ഒരുപാട് പോർട്ടുകൾ കാര്യങ്ങളുണ്ട്. ബിൽഡ് ക്വാളിറ്റി പഴയ നോക്കിയ ഒന്നും പറയാനില്ല, ഒരു രക്ഷയിലൊക്കെ ഇടില്ലെന്നാണ്. ഇനി ഇതിൻ്റെ OS വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബിയൻ ആണ്. സിംബിയൻ ആനയാണ് ഇതിൽ കിടക്കുന്നത്. സിംബിയൻ ബെല്ലായിട്ട് അന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നിന്നാണ് നോക്കിയയുടെ ഒരു ഡൗൺഫോൾ വന്നത്. കാരണം ഈ ടൈമിൽ ബാക്കി ബ്രാൻഡുകൾ ആൻഡ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും നോക്കിയ അവരുടെ അഭിമാനമായിട്ടുള്ള സിംബിയനും പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് നോക്കിയയുടെ ഡൗൺഫോൾ വന്നത്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നമ്മൾ കണ്ടു. ഇതിൻ്റെ ഇൻസൈഡ് സ്പെക്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബ്രോഡ്കോമിൻ്റെ പ്രോസസ്സറും ചിപ്പൊക്കെയാണ്, പഴയ ഔട്ട്ഡേറ്റഡ് സംഭവങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ 16 GB ആണ്. പിന്നെ നമുക്ക് SD കാർഡ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ റാം എന്ന് പറയുന്നത് 256 MB ആണ്. ഞാനിപ്പോൾ പറഞ്ഞു ഇൻറ്റേർണൽ മെമ്മറി 16 GB, റാം 256 MB. പുതിയ ഫോണുകളിൽ ഈ ഫോണിൻ്റെയൊക്കെ റോമിൻ്റെ സൈസിലാണ് ഇന്നത്തെ ഫോണുകളുടെ റാം. ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ഫോണിന് 12 GB റാം ഉണ്ട്, 16 GB. അന്ന് ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സ്റ്റോറേജും കാര്യങ്ങളും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് കാര്യങ്ങൾ വന്നിട്ട് എക്സ്പാൻഡബിളും ആണ്. SD കാർഡ് കാര്യങ്ങളൊക്കെ ഇടാം. ബാറ്ററി ഏകദേശം 1200 mAh ഒക്കെയാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ നോക്കിയുടെ പഴയ ഫോണുകൾക്ക് കിട്ടുമായിരുന്നു. എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോഴും വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. 15 കൊല്ലമായിട്ട് ഈ ഫോൺ നിങ്ങൾക്ക് കാണാം, ഇത് വർക്കിംഗ് ആണ്. നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ രീതിയിലുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ വർക്ക് ആവുന്നില്ല, കാരണം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഔട്ട്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഐഫോണിൽ പോലും ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലൊരെണ്ണമാണ് ഈ മൈക്രോ HDMI പോർട്ട്. ഇത് നേരെ നമ്മുടെ TVയിലോ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള വീഡിയോസ്, ഫോട്ടോസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ഈ സ്ലൈഡർ ലോക്ക് ആൻഡ് അൺലോക്ക്, ഇതൊന്നും ഇപ്പോൾ ഒരു ഫോണിലും അങ്ങനെ വരുന്നില്ല. സാധാരണ ഒരു പവർ ബട്ടൺ തന്നെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഷട്ടർ ബട്ടൺ ഇതിപ്പോൾ ഐഫോണിലുണ്ട്. ഐഫോൺ ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ 2 ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. ഈ പിന്ന് വെച്ചും ചാർജ് ചെയ്യാം, ഈ മൈക്രോ USB വെച്ചിട്ടും ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇന്നത്തെ ഫോണുകൾക്കൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഈ ക്യാമറ ഉണ്ടോ, ഈ ക്യാമറയുടെ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇതിനകത്തുള്ള നമ്മുടെ ഇതിൻ്റെ ഷട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ആയിരിക്കും. ക്യാമറ ഓണാക്കി കഴിയുമ്പോഴാണ് ഈ ഷട്ടർ ഓപ്പൺ ആവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ക്യാമറ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതാ കണ്ടോ, ഷട്ടർ മെക്കാനിക്കലി ഓപ്പൺ ആയി. ഭയങ്കര രസമുള്ളൊരു സംഭവമൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ സെനോൺ ഫ്ലാഷാണ് വരുന്നത്. സെനോൺ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര പവറായിട്ടുള്ള ഫ്ലാഷാണ്. ഇവിടെ ഒരു മോണോ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. 15 വർഷത്തിന് ശേഷം. സ്വാഭാവികമായിട്ടും ഇതിൽ വെയർ ആൻഡ് ടയർ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ ഡിവൈസ് നല്ല മിൻറ്റ് കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയത്. ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളില്ലേ, ഈ ഫ്ലാപ്പ് കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ജോയിൻസ് ഈ പറയുന്ന പോലെ കുറച്ച് ദ്രവിച്ചിട്ടുണ്ട്. അതായത് ഈ ഫ്ലാപ്പ് സാധാരണ നമുക്കിങ്ങനെ വിട്ടു പോരില്ല, അത് ഇവിടെ തന്നെ ഇങ്ങനെ നമുക്ക് ചരിച്ചിങ്ങനെ വെക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ദ്രവിച്ച് പോയതാണ്. അതല്ലാതെ വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്ക് സിം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. നമുക്ക് ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട്, പക്ഷെ പലതിനും സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സിം കാര്യങ്ങളൊക്കെ വർക്ക് ആയിക്കോളും. അപ്പോൾ ഈ 2025 ഞാൻ ഒന്ന് നൊസ്റ്റാൾജി അടിച്ചു. രണ്ടാമത്തേതൊരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്ലാനായിരുന്നു. സർപ്രൈസിംഗ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ആണ്. കോള് നമുക്ക് വർക്ക് ചെയ്യും. ജിയോയിൽ വർക്കാവില്ല, കാരണം ജിയോ പ്യുവർലി 4G ആണ്. ഇതിൽ നമുക്ക് 2Gയും 3G ആണ് വരാം. ഇപ്പോൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും 3G നിർത്തി, എന്നാലും 2G ഉണ്ട്. ഇപ്പോൾ എയർടെൽ, VI, BSNL ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ നെറ്റ്വർക്ക് കാണിക്കും. നമുക്ക് കോള് ചെയ്യാം. ഇയർ പീസ് വർക്കിംഗ് ആണ്, സ്പീക്കർ വർക്കിംഗ് ആണ്, ആ കാര്യങ്ങൾ നടക്കും. നമ്മുടെ ക്യാമറ വർക്കിംഗ് ആണ്. ഇതാ കണ്ടോ, 12 മെഗാ പിക്സലിൻ്റെ
സൈസ് അല്ല, കാൾ സൈസ്, പഴയ നമ്മുടെ കാൾ സൈസിൻ്റെ ക്യാമറ വിത്ത് സെനോൺ ഫ്ലാഷ്. നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും. ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ കിഡിലും ഫോട്ടോസ് നമുക്ക് കിട്ടും. അതുകൂടാതെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് വന്നത് 720p ആണ്. 720p വീഡിയോ റെക്കോർഡിംഗ് ആണ്. അന്ന് 15 കൊല്ലം മുമ്പുള്ളതെന്നൊന്നും ആലോചിക്കണം. ഇന്നത്തെ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പുച്ഛമായിരിക്കും, ഇതൊക്കെ ആർക്കും വേണം എന്നുള്ളതായിരിക്കും. പക്ഷെ ഒരു 90s കിഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്, സ്വർഗ്ഗം. അന്നൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയെന്ന് വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ്. ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ 28,000 രൂപയോളം വിലയുള്ള ഡിവൈസാണ്. നല്ല പൈസ ഉള്ളവരുടെ കയ്യിലാണ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഡിവൈസൊക്കെ കാണുള്ളൂ. നമുക്കൊക്കെ ഇത് കൊതിക്കാന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 32 വയസ്സായിട്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ ഡിവൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിക്കാൻ നേരത്തെ എൻ്റെ മുഖത്തുണ്ടായ എക്സൈറ്റ്മെൻറ്റ്, ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ കൂട്ടുകാരുടെ എക്സൈറ്റ്മെൻറ്റ്, എസ്പെഷ്യലി 90s ഉള്ള നമ്മുടെ ഫ്രണ്ട്സ്. ചിലർ പറഞ്ഞു വട്ട് നിനക്ക് ഭ്രാന്തുണ്ടോ ഇത്രയും പൈസ കൊടുത്ത് ഈ ഡിവൈസൊക്കെ എത്തിക്കാൻ. പക്ഷേ 2K പിള്ളേരും പലരും കണ്ടിട്ട് എടുത്ത് നോക്കി, ആ കൊള്ളാലോ ചേട്ടാ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. നല്ല ഒരു അടിപൊളി ഡിവൈസാണ്. പലർക്കും ഒരുപാട് നൊസ്റ്റാൾജിയ വരുന്ന ഒരു ഡിവൈസായിരിക്കും കേട്ടോ. ചെറിയ ഒരു ക്യൂട്ട് ഡിവൈസ്. ഇന്നിപ്പം നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ കയ്യിലിരുന്നോളും. ഞാൻ പറഞ്ഞ പോലെ കോള് വർക്ക് ചെയ്തോളും, അതിന് നമുക്ക് പ്രശ്നമില്ല. ക്യാമറ വർക്ക് ചെയ്യും, മെസ്സേജിങ് വർക്ക് ചെയ്യും, നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ വൈഫൈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും വൈഫൈ കട്ടാവുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അത് വർക്കാവുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും ബ്രൗസ് ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം ഇത്രയും വർഷമായി ഇതിനകത്തുള്ള ബ്രൗസേഴ്സൊന്നും ഇപ്പോൾ സപ്പോർട്ടഡ് അല്ല, സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബ്രൗസിങ് കാര്യങ്ങളൊന്നും നമുക്ക് നടക്കില്ല. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ പ്ലേ ബാക്ക് കാണിച്ചു തരാം. നമുക്കിതിൽ 1080p വീഡിയോസ് ഒന്നും കാണാൻ സാധിക്കില്ല. 720p വരെ വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ടുണ്ട്, വീഡിയോ പ്ലേ ബാക്കും സപ്പോർട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് മിന്നൽ വള ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലേ, പിന്നെ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരും. പിന്നെ ടച്ചൊക്കെ വർക്കിംഗ് ആണ്, പക്ഷെ ചില സമയത്ത് നമുക്കൊരു ടച്ച് റെസ്പോൺസ് കുറവുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കായിക്കോളും. അങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടല്ലേ, നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ ഓഫീസിൽ വെച്ച് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ VIയുടെ സിം ഉണ്ട്, ആ സിം ഇടാൻ വേണ്ടി സിം ഇട്ട് ഞാൻ എൻ്റെ ബേ വരെ ഒന്ന് പോയി വന്നപ്പോഴത്തേക്കും ഒരു 3 മെസ്സേജ് വന്നു. ഈ 3 മെസ്സേജിൻ്റെ സൗണ്ട് അപ്പുറം കേൾക്കാറുണ്ട്, അമ്മാതിരി സൗണ്ടായിരുന്നു നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോളിങ് വർക്കിംഗ് ആണ്, മെസ്സേജിങ് വർക്കിംഗ് ആണ്, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഹെഡ്സെറ്റ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ഒക്കെ വർക്ക് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഫോണുകളിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്, ഐഫോണിലൊന്നും ഇല്ല ഈ ഫീച്ചറുകളൊന്നും. പിന്നെന്താണ്, പിന്നെ സ്റ്റോർ വർക്കിംഗ് അല്ല, അതുപോലെ തന്നെ മാപ്സ് വർക്കിംഗ് അല്ല, ആ വക കാര്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. സോ നിങ്ങൾ ഒരു നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾക്ക് ഒരു പഴയ ഫോൺ, ഈ പറയുന്ന പോലെ നമ്മൾ പണ്ട് ഓൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഒരു കളക്ഷനായിട്ട് വെക്കണം, അതല്ല ഒരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യണം, അതായത് ജസ്റ്റ് കോൾസ് എടുക്കാനൊക്കെ ആണെങ്കിൽ പറ്റിയ ഡിവൈസുകളാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഡിവൈസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നുമല്ല, നോക്കിയയുടെ ഒരുപാട് തിരിക്കുകയും മറിക്കുകയും ഒക്കെ പറ്റുന്ന ഡിവൈസ് ഉണ്ട്. ഇങ്ങനെ തിരിക്കുമ്പോൾ ഫ്രണ്ടിൽ കീപാഡ്, അവിടെ നിന്ന് തിരിക്കുമ്പോൾ ബാക്കിൽ മ്യൂസിക് പ്ലേ ബാക്ക് ബട്ടൺ, അവർ എക്സ്പ്രസ് മ്യൂസിക് എഡിഷൻ, അതുപോലെ തന്നെ സോണി എറിക്സൻ്റെ വോക്ക്മാൻ എഡിഷൻ, സോണി എറിക്സൻ്റെ സൈബർ ഷോട്ട് എഡിഷൻ. ഇതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ്. അന്ന് ആ ഫോണൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് വലിയ വിലയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് കുറെ കൂടെ ഇപ്പോൾ തിരിച്ച് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം കണ്ടോ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമുക്ക് ഇത്ര ഉള്ളൂ ഫോൺ തന്നെ. നമ്മുടെ ഇന്നത്തെ ഫോൺ, എൻ്റെ വിവോ ആണെങ്കിൽ ഇത്രയുണ്ട്, നമ്മുടെ കയ്യിൽ ഒതുങ്ങും, സുഖമായിട്ട് കൊണ്ടുനടക്കാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ HTC ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, HTCക്കൊക്കെ ഫോൺസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ഫോൺസ് ഉണ്ട്, ഇതെല്ലാവരും പലരും മിസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും ഇതുപോലെ പഴയ ഫോണുകൾ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 1-2 ആളുകളെ എനിക്കറിയാം, റിലയബിൾ ആയിട്ടുള്ളവർ. അവരുടെ അടുത്ത് പലരുടെ അടുത്തും പഴയ ഡിവൈസസ് പലതും ഉണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കൊല്ലത്തെ ശേഷം ഇപ്പോഴും വർക്കിംഗ് ഒരു ഹൈലൈറ്റ് ആണ്. പക്ഷേ ഇതെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഇതിൻ്റെ സ്പെയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. എന്നാലും ചില ഫോണുകളുടെ സ്പെയർസ് നമുക്ക് ചൈനീസ് വെബ്സൈറ്റിലും മാക്സ്ബി പോലുള്ള വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഇപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടുന്ന ഫോണിൻ്റെ കേസിങ് അത്ര വലിയ സുഖമില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൗസിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാ പാർട്സും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടുവെക്കാൻ പറ്റും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് എൻ്റെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുത്തൂടെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും.
ഒരുപാട് വർഷങ്ങൾ പിന്നിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരുപാട് ഫോണുകളുണ്ട്. നമ്മുടെ ഫോണുകൾ, സുഹൃത്തുക്കളുടെ ഫോണുകൾ. നമ്മൾ ഈ റീചാർജ് കടയിലൊക്കെ പണ്ട് പോകുന്ന ടൈമിൽ അവിടെ ഈ മോട്ടോറൈസർ ആദ്യമായിട്ടല്ല, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള അന്നത്തെ ഫോണാണ് മോട്ടോറൈസർ. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ട് കൊതിച്ചിരിക്കുമായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓർമ്മകളിലേക്കൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്ന ഫോണുകളിൽ ഒരെണ്ണമാണ്. സോ ഇനിയും ഞാൻ ഇതുപോലെ കുറച്ച് ഫോണുകൾ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് വരുമ്പോൾ ഇതുപോലെ റിവ്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ എത്ര പേര് കാണും എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചെയ്തിടാം. താല്പര്യമുള്ളവർക്ക് കാണാം. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ പണ്ട് കാലം നിങ്ങൾ യൂസ് ചെയ്ത ഫോൺ ഏതാണ്, ഇപ്പം അതിൻ്റെ കണ്ടീഷൻ എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫോൺ വേണം, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഇറക്കി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ വേണം. അടുത്ത ഒരു EV വീഡിയോ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വിൻറ്റേജ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ വിൻറ്റേജ് ഫീച്ചർ ഫോണായിട്ട് വരുന്നത് വരെ ബൈ.